എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ നിങ്ങളുടെ സ്വന്തം സുധീഷ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചർച്ച എന്ന് പറയുന്നത് റിവ്യൂ കണ്ടിട്ട് സിനിമയ്ക്ക് പോകണമെന്നുള്ളതാണ്. റിവ്യൂ കാണാതെ സിനിമയ്ക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാണ് എൻ്റെ അഭിപ്രായം. റിവ്യൂ എന്ന് പറയുന്നത് അത് ആ വ്യക്തിയുടെ അഭിപ്രായമാണ്. ആ വ്യക്തി ആ സിനിമ കണ്ടിട്ടുള്ള അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ആ വ്യക്തിയുടെ അഭിപ്രായങ്ങളായിരിക്കില്ല സിനിമ കാണുന്ന നിങ്ങൾക്ക് ഉണ്ടാവുക. എൻ്റെ അഭിപ്രായമായിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാവുക സിനിമ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും റിവ്യൂ കണ്ടിട്ട് സിനിമയ്ക്ക് പോകണ്ട. എന്നുവെച്ചാൽ റിവ്യൂ ആണ് സിനിമ സത്യം പറഞ്ഞാൽ ഇപ്പോൾ റിവ്യൂ ആണ് സിനിമ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ഒരു മാറ്റമൊന്നുമില്ല. ഫസ്റ്റ് ഡേക്ക് ഫസ്റ്റ് ഷോ കണ്ടിട്ട് ആ ഒരു സിനിമേനെ കുറിച്ച് റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ നല്ല റിവ്യൂ ആണെങ്കിൽ സിനിമ കയറും, അല്ലെങ്കിൽ സിനിമ ഫ്ലോപ്പ് ആവും. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന അണിയറ പ്രവർത്തകർക്ക് ഇത് സത്യം പറഞ്ഞാൽ റിവ്യൂ ആണ് സിനിമ നിയന്ത്രിക്കുന്നത് എന്നുള്ള ഏകദേശം നന്നായിട്ട് അറിയാം. വെച്ചാൽ നല്ല സിനിമ ഹിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് റിവ്യൂ പറയുന്ന ആൾക്കാർക്ക് പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഭാഗമായിരിക്കുന്നത്. അതും ഒരു ജോലിയാക്കിയിട്ട് ആൾക്കാർ എടുത്തിരിക്കുന്നത് റിവ്യൂ പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കുക. കാരണം വെച്ചാൽ ഞാൻ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000 ആൾക്കാരിൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. നല്ല റിവ്യൂ പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇത്ര പൈസ അങ്ങനെയൊക്കെ ആയിട്ട് എന്നൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. എനിക്കറിയില്ല. ഞാൻ അങ്ങനത്തെ ഒരു കാര്യത്തേക്ക് കടക്കണില്ല. പൈസ മേടിക്കുന്നവരുണ്ടാവും, പൈസ മേടിക്കാത്തവരുണ്ടാവും. അപ്പോൾ റിവ്യൂ എന്ന് പറയുന്നത് അത് ആ വ്യക്തിയുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അയാൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയും, ചിലപ്പോൾ ഇഷ്ടപ്പെട്ട സീൻസൊക്കെ പറയും. അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചെങ്കിൽ ചിലപ്പോൾ സീൻസൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഇഷ്ടപ്പെടും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും റിവ്യൂ കണ്ടിട്ട് അതിനെ ആസ്പദമാക്കിയിട്ട് നിങ്ങൾ സിനിമ കാണാതിരിക്കരുത്. സിനിമ കാണുക. നിങ്ങളെ നല്ല നല്ല സീൻസൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വരും. ഒരു മോശപ്പെട്ട സീന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല സീനായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാതിരിക്കരുത്, സിനിമ കാണണം. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഈ സിനിമയുടെ ബാക്കിലെ ആൾക്കാർ. അപ്പോൾ അവരെയും കൂടി കുറച്ച് മാനിക്കണം. ഈ ഫസ്റ്റ് ഡേക്ക് ഫസ്റ്റ് ഷോയ്ക്കൊക്കെ നമ്മൾ സിനിമ കണ്ടിട്ട് റിവ്യൂ പറയുമ്പോൾ വല്ലാത്തൊരു ഇടങ്ങേറും ഉണ്ടാവും. അപ്പോൾ അത് കാരണം ഞാനെന്തായാലും ഒരു 4-5 ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ സിനിമയെ കുറിച്ച് അഭിപ്രായം പറയുക. എനിക്കങ്ങനെ താല്പര്യമില്ല. കാരണം വെച്ചാൽ ഫസ്റ്റ് ഡേക്ക് ഫസ്റ്റ് ഷോ ഒക്കെ കണ്ടിട്ട് കാണാൻ ടിക്കറ്റ് കിട്ടാഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ തിയേറ്ററും ഉണ്ട്, കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഞാനെന്തായാലും അങ്ങനെ കാണാൻ ഉദ്ദേശിക്കുന്നുമില്ല. ആ സിനിമ കുറച്ച് ആൾക്കാരുടെ കഷ്ടപ്പാടും പ്രയത്നങ്ങളും ഉള്ളതാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ, എന്നിട്ട് മതി ഈ ഇതെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ചർച്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കൂടെ കൂട്ടുക, സപ്പോർട്ട് ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോസുമായിട്ട് നമുക്ക് ഒരിക്കലും വീണ്ടും കൂടി കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.